ഹലോ ഹായ് നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അർച്ചന. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മൾ കോവയ്ക്ക കൊണ്ടുള്ള ഒരു പീരയാണ്. നമ്മൾ സാധാരണ കുടമ്പുളിയൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള മീൻ പീരയില്ലേ, അതുപോലെ തന്നെ നമുക്ക് കോവയ്ക്ക കൊണ്ടും പീര തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ കോവയ്ക്ക അരിഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അതായത് നീളത്തിൽ അരിഞ്ഞെടുക്കണം. ഞാനിവിടെ വലിയ കോവയ്ക്ക ആയതുകൊണ്ട് നടുവേ നിന്ന് കണ്ടിച്ചതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ നമ്മൾ കോവയ്ക്കൊക്കെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ 5-6 ചെറിയുള്ളി ചതച്ചെടുത്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, എരിവിന് ആവശ്യമായിട്ടുള്ള മുളക്, ഒരു 2-3 മുളക് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ പകുതി മുറി തേങ്ങ ചിരകിയതുണ്ട്. ഇനി ഒരു പാത്രം എടുത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ചെറിയുള്ളി, അതുപോലെ തന്നെ പച്ചമുളക്, ഇഞ്ചി ഇതെല്ലാം കൂടി അതിലേക്ക് ഇടുക. ഇനി നമ്മൾ അതിലേക്ക് നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള 2 കുടംപുളിയാണ് പുളിക്ക് ആവശ്യമായിട്ട്. അപ്പോൾ നമ്മൾ കുടംപുളി 2 എണ്ണം വെള്ളത്തിൽ കുതിർക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും കൂടി ചേർക്കുന്നുണ്ട്. ലാസ്റ്റായിട്ട് ഈ അരപ്പിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കുടംപുളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കൈകൊണ്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ എല്ലാം നമ്മൾ നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്ക കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ കോവയ്ക്കെല്ലാം ഇതിലേക്ക് ചേർത്തു. ഇനി നമ്മൾ കോവയ്ക്കയും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് വീണ്ടും കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന്, അതായത് നമ്മുടെ കോവയ്ക്ക വേകാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മൾ പുളി കുതിർത്ത് വെച്ചിട്ടുള്ള വെള്ളമില്ലേ, ആ വെള്ളം തന്നെയാണ് ഇതിലേക്ക് ഒഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളിത് ഡയറക്റ്റ് അടുപ്പിലേക്ക് വെക്കുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ കോവയ്ക്കയും അരപ്പും എല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്കിത് നന്നായിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഇനി നമ്മുടെ കോവയ്ക്ക അടി പിടിക്കാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ കോവയ്ക്കയുടെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്, നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അത്യാവശ്യം. ഇനി ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ കറിവേപ്പിലയും അതുപോലെ തന്നെ പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് മൂടി വെക്കുക എന്നുള്ളതാണ്. ഇനിയിപ്പോൾ നമ്മൾ ഗ്യാസ് ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് കുറച്ച് നേരം മൂടി വെക്കാം. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു കോവയ്ക്ക പീര വറ്റിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സും കമൻസൊക്കെ നമ്മളെ അറിയിക്കുക. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയിലൂടെ പുതിയ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.